ഹായ് ഗൈസ്, അപ്പോൾ നമ്മുടെ 2026 സാന്റിയാഗോ കോമിക്കോൺ ഇവന്റിൽ ഡൂംസ്ഡേക്ക് മുൻപായിട്ട് പ്രദർശിപ്പിച്ച ഒരു സംഭവം സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി. ഡോക്ടർ ഡൂമിന്റെ ആർമി എന്നുള്ള രീതിയിൽ ലാറ്റ്വേരിയൻ വിച്ചസ് എന്ന പേരിലാണ് ഈ ഒരു ക്യാരക്ടേഴ്സിനെ മാർവൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഡോക്ടർ ഡൂമിന്റെ സെയിം വേ കോസ്റ്റ്യൂമിൽ തന്നെ മാസ്ക് വെച്ചിട്ടുള്ള ഈ ഒരു വിച്ചസ് ആദ്യ ദിവസം ഗ്രീൻ വിച്ച് ആയിട്ടും പിന്നീടുള്ള ദിവസങ്ങളിൽ പർപ്പിളും പിന്നെ യെല്ലോ അല്ലെങ്കിൽ ഗോൾഡൻ കളേഴ്സിലേക്ക് മാറുന്നതായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. സോ ഇവർ ആരൊക്കെ ആയിരിക്കും മാർവൽ ഒഫീഷ്യലി ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല. പക്ഷെ അതേ ചുറ്റിപ്പറ്റി പലരും പല തിയറീസും മുന്നോട്ട് വെക്കുന്നുണ്ട്. പക്ഷെ ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അവസാനമായിട്ട് അവർ ഈ ഒരു വിച്ച് കോസ്റ്റ്യൂം എന്ന ഡിഫറന്റ് ആയിട്ടുള്ള ഒരു ഒന്നിനെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. മാസ്കിന്റെ ഫോർഹെഡിൽ ഒരു ഹോളും കുറച്ച് മാൻലി ആർമർ ലുക്കുള്ള കോസ്റ്റ്യൂം ഇട്ടിട്ടുള്ള ഈ ഒരു ക്യാരക്ടർ നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ച് ആയിരിക്കും എന്നാണ് ഇപ്പോഴുള്ള സംസാരം. സോ നമുക്ക് നോക്കാം ഈ ഒരു ലാറ്റ്വേരിയൻ വിച്ചസ് ശരിക്കും ആരാണ്, ഈ മാസ്കിന്റെ ഉള്ളിൽ ആരൊക്കെ ആയിട്ടായിരിക്കണം ഇവർ വരാൻ പോകുന്നത്, ഇമ്പോർട്ടന്റ്ലി ഡോക്ടർ സ്ട്രേഞ്ച് കളം മാറി കളിക്കുമെന്നൊക്കെ. വെൽക്കം ടു ബിയോണ്ട്. സോ കോമിക്സിലേക്ക് വരുമ്പോൾ വിച്ചസ് ഒരുപാട് മാർവൽ ഉണ്ടെങ്കിലും ഡോക്ടർ ഡൂമിന്റെ സൈഡിൽ ലാറ്റ്വേരിയൻ വിച്ചസ് എന്ന പേരിലുള്ള ഒരു ആർമി ഒന്നും ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലായ കാര്യം. പിന്നെ ഇവർ എവിടുന്ന് വന്നു എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ മാർവൽ ഒരു പുതിയ കൺസെപ്റ്റിലേക്ക് നീങ്ങുന്നതാവാം. പക്ഷെ വിശ്വസിക്കാൻ തോന്നുന്ന വേറൊരു കാര്യം എന്താന്ന് വെച്ചാൽ കോമിക്സിൽ ഡോക്ടർ ഡൂം എന്ന് പറയുന്നത് ഒരു ടെക്നോളജിക്കൽ ജീനിയസും കൂടി ആയതുകൊണ്ട് തന്നെ ഡൂം ബോട്ട്സ് എന്ന് പറയുന്ന ഒരു റോബോട്ട് ആർമി അങ്ങേർക്കുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. സോ ചിലപ്പോൾ ആ ഒരു കൺസെപ്റ്റിനെ മാർവൽ മാറ്റി എഴുതിയിട്ടാവും ലാറ്റ്വേരിയൻ വിച്ചസ് ആക്കി മാറ്റുന്നത്. മാത്രമല്ല ആ ഒരു വിച്ചസ് ആക്കി കൊണ്ടുവരാൻ പാകത്തിനുള്ള കുറച്ച് പേര് മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ ഓൾറെഡി ഉണ്ട്. അപ്പൊ നമുക്ക് അവർ ആരൊക്കെയാണെന്നൊന്ന് നോക്കാം. അപ്പൊ കോമിക്കോണിൽ ആദ്യം അവതരിപ്പിച്ചത് ഗ്രീൻ കളറിൽ ഡോക്ടർ ഡൂമിന്റെ അതേപോലത്തെ കോസ്റ്റ്യൂം ഇട്ടിട്ടുള്ള ഒരു ലാറ്റ്വേരിയൻ വിച്ചിനെയാണ്. ഈ 2025 ഇറങ്ങിയിട്ടുണ്ടായിരുന്ന ഫാന്റാസ്റ്റിക് ഫോർ ദ ഫസ്റ്റ് സ്റ്റെപ്സ് എന്ന് പറയുന്ന മൂവിയുടെ എൻഡ് ക്രെഡിറ്റിൽ ഫ്രാങ്ക്ലിൻ റിച്ചാർഡ്സ് എന്ന് പറയുന്ന കുട്ടിയുടെ മുന്നിൽ കാണിക്കുന്നത് ഡോക്ടർ ഡൂം ആണെന്നാണ് വിചാരിച്ചിരുന്നത് ഇതുവരെ. എന്നാൽ ഇപ്പൊ ഈ ഒരു മാസ്ക് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത് ഇവരാവാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. ഇതിപ്പോ ആരായിരിക്കും എന്നുള്ളതിനെ കുറിച്ച് ഒരുപാട് പോസിബിലിറ്റീസ് നിലനിൽക്കുന്നുണ്ട്. അതിൽ ആദ്യത്തെ ആണ് ഡോക്ടർ ഡൂമിന്റെ അമ്മയായിട്ടുള്ള സിന്ധിയ വോൺ ഡൂം. MCUയിൽ ഇവർ ഇതുവരെ വന്നിട്ടില്ലെങ്കിലും കോമിക്സിൽ ഇവര് ഡോക്ടർ ഡൂമിന്റെ രാജ്യമായിട്ടുള്ള ലാറ്റ്വേരിയയിൽ ഒരു പവർഫുൾ വിച്ച് തന്നെ ആയിരുന്നു. ഡൂമിന്റെ ഒക്കെ കുട്ടിക്കാലത്ത് ആ ഒരു രാജ്യം ഭരിച്ചിരുന്നത് ദുഷ്ടന്മാരായിട്ടുള്ള രാജവംശമായിരുന്നു. അവരെപ്പോഴും പാവപ്പെട്ടവർ ഉപദ്രവിച്ചുകൊണ്ടിരുന്നു. സോ ഈ ഒരു സിന്ധിയ വോൺ ഡൂം അവരെ നശിപ്പിക്കാൻ കൂടുതൽ ഡാർക്ക് പവേഴ്സ് കിട്ടാനായിട്ട് ഹെൽ വേൾഡ് എന്ന് പറയുന്ന ഒരു പോക്കറ്റ് ഡിമെൻഷന്റെ റൂളർ ആയിട്ടുള്ള മെഫിസ്റ്റോയെ ആരാധിക്കുന്നുണ്ട്. അതായത് നമ്മുടെ മാർവലിന്റെ ഒരു സാത്താനിക് വേർഷൻ. ഇതിന്റെ ഭാഗമായിട്ട് സിന്ധിയക്ക് പവേഴ്സ് കിട്ടി ഉദ്ദേശമൊക്കെ നടപ്പിലായെങ്കിലും മെഫിസ്റ്റോ ആയിട്ട് ഒരു ഡീല് വെച്ചിട്ടാണ് പവേഴ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. സോ ഈ ഒരു ഡീലിന്റെ ഭാഗമായിട്ട് തന്നെ സിന്ധിയയുടെ ആത്മാവിനെ മെഫിസ്റ്റോ അങ്ങനെ കൊണ്ടുപോയി. കോമിക്സിൽ ഡൂം പിന്നീട് അമ്മയുടെ ഈ ഒരു സോളിനെ ഹെൽവേൾഡിൽ നിന്ന് മോചിപ്പിക്കാനായിട്ട് മെനക്കെട്ട് നടക്കുന്നതൊക്കെ കാണാം. ആക്ച്വലി ഡോക്ടർ ഡൂം ഡാർക്ക് മാജിക്കിലും സോഴ്സറിയിലൊക്കെ പീക്ക് ആവുന്നതിന് ഇതിനു വേണ്ടിയിട്ടാണ്. എന്തൊക്കെയായാലും ഇവിടെ ഈ ഒരു ക്യാരക്ടറായിട്ട് ഗ്രീൻ ലാറ്റ്വേരിയൻ വിച്ചിനെ കാണിക്കാനുള്ള ചാൻസസ് ഉണ്ട്. പക്ഷെ മാർവലിന് ഈ ഒരു ബാക്ക് സ്റ്റോറി മുഴുവനായിട്ട് കാണിക്കേണ്ടി വരും. മാത്രമല്ല സിന്ധിയ ഓൾറെഡി ഡെഡ് ആണ്. പിന്നെ ഡൂം എങ്ങനെ അവർ തിരിച്ചു കൊണ്ടുവന്നു എന്ന് വരെ പറയേണ്ടി വരും. സോ അടുത്തൊരു സാധ്യത എന്ന് പറയുന്നത് ചിലപ്പോൾ ഈ ഒരു വിച്ച് ലോക്കി സീരീസിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന സിൽവി ആവാം എന്നാണ്. കാരണം സിൽവി കാരണമാണ് ഹി ഹൂ റിമെയിൻസ് ചത്തതും സേക്രഡ് ടൈംലൈൻ ചിന്നിച്ചെതറി മൾട്ടിവേഴ്സിന്റെ ഫ്രീ വില്ല് പോസിബിൾ ആയതും. ഇതിന്റെ ഭാഗമായിട്ടൊക്കെ തന്നെയാണ് മൾട്ടിവേഴ്സ് ഇൻവേർഷൻസ് ഒക്കെ പരക്കെ സംഭവിക്കുന്നതും. അതുകൊണ്ട് തന്നെ ഇത് സോൾവ് ചെയ്യാനായിട്ട് ഇറങ്ങുന്ന ഡോക്ടർ ഡൂം സിൽവിയെ കൂടെ കൂട്ടുന്നതാവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. പക്ഷെ ഓൾറെഡി ലോക്കി സീരീസിൽ ലോക്കിയുടെ സാക്രിഫൈസ് എന്താന്നുള്ളത് സിൽവി കണ്ടതാണ്. ഇനിയിപ്പോ ഈ ഒരു പോയിന്റിൽ സിൽവി ലോക്കിയെ ചതിച്ച് ഡൂമിന്റെ കൂടെ ഇന്റൻഷ്യലി ജോയിൻ ചെയ്യാനുള്ള ഒരു ചാൻസ് ഒന്നും ഇല്ല. പിന്നെ കേൾക്കുന്ന ഒരു പോസിബിലിറ്റി, ആക്ച്വലി ഇത് നടക്കാൻ വലിയ ചാൻസ് ഒന്നുമില്ല, ഒരു ഫാൻ മെയ്ഡ് കൺസെപ്റ്റ് ആണ്. അതായത് ഈ ഒരു വിച്ച് ചിലപ്പോൾ ഡൂമിന്റെ യൂണിവേഴ്സിലുള്ള പെപ്പർ പോട്ട്സ് ആവാന്ന് പറയുന്നുണ്ട്. എന്താന്ന് വെച്ചാൽ ഡൂം എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്യുന്നത് നമ്മുടെ സ്വന്തം RDJ ആയതുകൊണ്ടും പിന്നെ നമ്മുടെ യൂണിവേഴ്സിൽ ടോണി സ്റ്റാർക്കും പെപ്പർ പോട്ട്സ് ഒക്കെ കപ്പിൾസ് ആണല്ലോ. സോ ഈ ഡൂമിന്റെ യൂണിവേഴ്സിൽ ടോണി സ്റ്റാർക്ക് ആവുന്നതിന് പകരമാണ് ഡോക്ടർ ഡൂം ആയതെന്നും അതിന് കാരണമായത് എൻഡ് ഗെയിമിലെ ടൈം ഹൈസ്റ്റിൽ സംഭവിച്ചൊരു പിഴവാണ് എന്നൊക്കെ ഒരു തിയറി ഉണ്ട്. ഇത് പറയാൻ വേറൊരു കാരണം കൂടി ഉണ്ട്. ഈ ഒരു ഗ്രീൻ വിച്ച് ഡോക്ടർ ഡൂമിന്റെ ലവ് ഇൻട്രസ്റ്റോ അല്ലെങ്കിൽ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആവാനുള്ള ഒരു സാധ്യത ഉള്ളതായിട്ട് പറയുന്നുണ്ട്. എന്തൊക്കെയാലും ഈ ഒരു കാണിച്ച 3 കളർ വിച്ചസിൽ തന്നെ പവർ കൂടിയത് ഈ ഒരു ഗ്രീൻ വിച്ച് തന്നെ ആയിരിക്കണം. കാരണം ഗ്രീൻ വിച്ചിന്റെ കോസ്റ്റ്യൂമിൽ ചെയിനിന്റെ എണ്ണവും ബെൽറ്റിന്റെ ഡിസൈൻ ഒക്കെ കുറച്ച് കൂടുതലായിട്ട് കാണാം. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു പേർപ്പിൾ അല്ലെങ്കിൽ വയലറ്റ് വിച്ചിന്റെ കാര്യത്തിലേക്ക് വന്നാൽ ഇവിടെ മെയിൻ ആയിട്ട് 2 തിയറികളാണ് കേൾക്കുന്നത്. അതിൽ ഏറ്റവും ചാൻസ് കൂടുതലുള്ളത് ഈ ഒരു പേർപ്പിൾ വിച്ച് എന്ന് പറയുന്നത് ഡോക്ടർ സ്ട്രേഞ്ച് ദ മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസ് എന്ന് പറയുന്ന മൂവിയുടെ എൻഡ് ക്രെഡിറ്റിൽ കാണിക്കുന്ന ക്ലിയ എന്ന് പറയുന്ന ക്യാരക്ടറാണ്. ക്ലിയ എന്ന് പറയുന്നത് നമ്മൾ ഡോക്ടർ സ്ട്രേഞ്ചിന്റെ ആദ്യത്തെ പടത്തിൽ കണ്ടിട്ടുണ്ടായിരുന്ന ഡൊർമാമു ഭരിക്കുന്ന ഡാർക്ക് ഡിമെൻഷനിലെ പവർഫുൾ സോഴ്സറസും ഡൊർമാമുവിന്റെ തന്നെ സിസ്റ്റർ ആയിട്ടുള്ള ഉമാറിന്റെ മകളുമാണ്. അതായത് ഡാർക്ക് ഡൈമെൻഷൻ ഭരിക്കുന്ന ഫാമിലി എന്ന് വേണമെങ്കിൽ പറയാം. ഡോക്ടർ സ്ട്രേഞ്ച് ആദ്യമായിട്ട് ഡൊർമാമുമായിട്ട് നേരെ വരുന്ന സമയത്ത് ഡോക്ടർ സ്ട്രേഞ്ചിനെ വാൺ ചെയ്യുന്നത് ഈ ഒരു ക്യാരക്ടർ ആണെന്നും പിന്നീട് ഇവർ തമ്മിൽ അലൈസ് ആവുന്നു എന്നൊക്കെ കോമിക്സിൽ
പറയുന്നുണ്ട്. വേറൊരു കാര്യം, കോമിക്സിൽ ക്ലിയ എന്ന് പറയുന്നത് ഡോക്ടർ സ്ട്രേഞ്ചിന്റെ എക്സ് ഗേൾ ഫ്രണ്ട് വൈഫൊക്കെയാണ്. എന്തൊക്കെയായാലും ആ ഒരു ഇന്റഗ്രേറ്റ് സീനിൽ സ്ട്രേഞ്ച് ഡാർക്ക് ഹോൾഡ് യൂസ് ചെയ്തുകൊണ്ട് മറ്റൊരു യൂണിവേഴ്സിലെ സ്ട്രേഞ്ചിന്റെ ബോഡിയിലേക്ക് ഡ്രീം വാക്ക് ചെയ്തത് ക്ലിയയുടെ ഡാർക്ക് ഡൈമെൻഷൻ ഇൻവേർഷൻസിന് കാരണമായിട്ടുണ്ട്. അത് സോൾവ് ചെയ്യാനായിട്ട് എന്റെ കൂടെ വരണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് സ്ട്രേഞ്ചിനെ കൂട്ടിക്കൊണ്ട് പോകുന്നത്. സോ ചിലപ്പോ ഇവരിങ്ങനെ ഇൻവേർഷൻസ് സോൾവ് ചെയ്ത് പോകുന്ന വഴിക്ക് ഡോക്ടർ ഡൂമുമായിട്ട് കണക്ട് ആവുക, അങ്ങനെ ഡൂമിന്റെ ലക്ഷ്യം എന്തൊക്കെയായാലും ഇൻവേർഷൻസ് തടയുകയാണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ഡൂമിന്റെ കൂടെ കൂടുന്നതാവാനും സാധ്യതയുണ്ട്. മാത്രമല്ല, ഓൾറെഡി MCUവിൽ കാണിച്ച് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടർ ആയതുകൊണ്ട് തന്നെ പേർപ്പിൾ വിച്ച് ആക്കാനായിട്ട് വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നും സ്റ്റോറിയിലില്ല. ഇനി അനദർ പോസിബിലിറ്റി എല്ലാവരും പറയുന്നത് ഈ ഒരു പേർപ്പിൾ വിച്ച് ചിലപ്പോൾ അഗാധ ഹാർക്നെസ് ആവാം എന്നാണ്. വാൻഡ വിഷന്റെ പുറമെ സംഭവിച്ച അഗാധ ഓൾ അലോങ് എന്ന് പറയുന്ന സീരീസിലൊക്കെ കൂടിയായിട്ട് ഈ ഒരു ക്യാരക്ടർ വളരെ പവർഫുൾ ആവുന്നത് കാണിക്കുന്നുണ്ട്. പോരാത്തതിന് ഈ ഒരു പേർപ്പിൾ അല്ലെങ്കിൽ വയലറ്റ് തീമുള്ള മാജിക്കും കോസ്റ്റ്യൂം ഒക്കെ തന്നെയാണ് അഗാധയ്ക്ക് നമ്മൾ കാണാറുള്ളത്. ക്ലിയ എന്നത് കുറച്ചും കൂടി ഒരു സോഴ്സറസ് എന്നുള്ള രീതിയിലാണെങ്കിൽ ഇവിടെ അഗാധ ഒരു ആക്ച്വൽ വിച്ച് തന്നെയാണ്. പിന്നെ സെഞ്ചുറീസ് ആയിട്ടുള്ള വിച്ച് ക്രാഫ്റ്റും ഡാർക്ക് മാജിക് നോളജ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു പോസിബിലിറ്റി നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. പക്ഷെ പ്രശ്നം കിടക്കുന്നത് അവിടെയല്ല. അഗാധ ഓൾ അലോങ് എന്ന് പറയുന്ന സീരീസിന്റെ എൻഡിൽ അഗാധ മരിക്കുന്നതും ഒരു സ്പിരിറ്റ് ആയിട്ട് മാറുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അഗാധനെ പിന്നെ എങ്ങനെ തിരിച്ച് ഈ ഒരു വിച്ചായിട്ട് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് ഒരു ചോദ്യമാണ്. എന്തൊക്കെയാലും നെക്സ്റ്റ് കോമിക്കോണിൽ കാണിച്ചത് ഒരു ഓറഞ്ച് അല്ലെങ്കിൽ ഒരു ഗോൾഡൻ കൈൻഡ് കളറുള്ള ഒരു ലാറ്റ്വേരിയൻ വിച്ചിനെയാണ്. ഇത് ആരായിരിക്കാം എന്നുള്ളതിന് അങ്ങനെ ഒരുപാട് ബിലീവബിൾ ആയിട്ടുള്ള തിയറീസ് ഒന്നുമില്ല. എന്നാൽ മോസ്റ്റ്ലി കേൾക്കുന്നത് ചിലപ്പോൾ ഇത് ഡോക്ടർ സ്ട്രേഞ്ചിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ആൻഷ്യന്റ് വൺ ആവാമെന്നാണ്. കാരണം ആൻഷ്യന്റ് വണ്ണിനേക്കാളും കൂടുതൽ സോഴ്സറി നോളജ് ഒന്നും ഭൂമിയിൽ അങ്ങനെ വേറെ ആർക്കും കാണില്ല. അവഞ്ചേഴ്സ് എൻഡ് ഗെയിമിൽ തന്നെ ബ്രൂസ് ബാനർ ടൈം സ്റ്റോൺ എടുക്കാൻ വരുന്ന ആ ഒരു സീനിൽ ആൻഷ്യന്റ് വൺ കൃത്യമായിട്ട് ഇത്തരം മൾട്ടിവേഴ്സൽ ഇൻവേർഷൻ ഇഷ്യൂസിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിട്ട് കാണാം. സോ ബേസിക്കലി ചിലപ്പോൾ ആൻഷ്യന്റ് വണ്ണിനെ സംബന്ധിച്ചിടത്തോളം ആരുടെ കൂടെ നിൽക്കുക എന്നുള്ളതായിരിക്കില്ല, എങ്ങനെ ഈ ഒരു ഇഷ്യൂ സോൾവ് ചെയ്യാം എന്നുള്ളതായിരിക്കും തോട്ട് പ്രോസസ്. പോരാത്തതിന് ആൻഷ്യന്റ് വണ്ണിന്റെ കോസ്റ്റ്യൂമും മാജിക്കും ഒക്കെ ഒരു യെല്ലോവിഷ് അല്ലെങ്കിൽ ഒരു ഗോൾഡൻ ഒക്കെ ആണെന്ന് നമുക്ക് കാണാം. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുള്ളത് എന്താന്ന് വെച്ചാൽ നമ്മുടെ യൂണിവേഴ്സിൽ ആൻഷ്യന്റ് വൺ ഓൾറെഡി മരിച്ചിട്ടുണ്ട്. പിന്നെ എങ്ങനെയെന്ന് ചോദിച്ചാൽ മൾട്ടിവേഴ്സ് ആണ്, ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ വേറെ യൂണിവേഴ്സിൽ ആൻഷ്യന്റ് വണ്ണും ആവാം. ഇനി ഞാനൊരു കാര്യം പറയാം, നമ്മൾ ഈ 3 വിച്ചസിന്റെയും പോസിബിലിറ്റീസിലൊന്നും പറയാത്തൊരു പേരാണ് വാൻഡ മാക്സിമോഫ് അഥവാ സ്കാർലറ്റ് വിച്ച്. അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ ഡോക്ടർ സ്ട്രേഞ്ച് ദ മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസ് എന്ന് പറയുന്ന സിനിമയുടെ അവസാനം വാൻഡ എല്ലാ യൂണിവേഴ്സിലെയും ഡാർക്ക് ഹോൾസിനെയും കൂടെ നശിപ്പിക്കുന്നുണ്ട്. അതായത് അതിന്റെ സോഴ്സ് നശിപ്പിക്കുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ സ്വയം ആത്മഹത്യ ചെയ്തു എന്നാണ് കാണിക്കുന്നത്. പക്ഷെ അതിന്റെ മുന്നേ തന്നെ വാൻഡ തന്റെ കോൺഷ്യസ്നെസ് സിനിമയിൽ തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്ന എർത്ത് 838 വാൻഡയുടെ മറ്റൊരു വാരിയന്റിലേക്ക് മാറ്റിയിരുന്നു എന്നുള്ളൊരു തിയറിയൊക്കെ ഉണ്ട്. മാർവൽ വാൻഡ തിരിച്ചു വരുമെന്ന് പറയുന്നുണ്ടെങ്കിലും അത് ഈ ഒരു ലാറ്റ്വേരിയൻ വിച്ച് എന്നുള്ള വഴിക്കാവാനുള്ള സാധ്യത എനിക്ക് തോന്നുന്നില്ല. കാരണം വാൻഡ മരിച്ചത് തന്നെ അവൾ എത്ര ഡേഞ്ചറസ് ആയിട്ട് മാറി എന്നുള്ളത് മനസ്സിലാക്കിയിട്ടും ഡാർക്ക് ഹോൾഡിന്റെ സോഴ്സ് നശിപ്പിച്ചിട്ടില്ലെങ്കിൽ ഞാനല്ലെങ്കിലും എന്റെ മറ്റൊരു വേരിയന്റ് ഇത് യൂസ് ചെയ്തിട്ട് സെയിം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും എന്നുള്ളത് റിയലൈസ് ചെയ്തിട്ടാണ്. സോ അൾട്ടിമേറ്റ്ലി വാൻഡയുടെ ആഗ്രഹം എന്ന് പറയുന്നത് ആ ഒരു മാജിക് വെച്ച് ക്രിയേറ്റ് ചെയ്ത് അവളുടെ മക്കളുടെ കൂടെ ജീവിക്കാനായിരുന്നു. സോ ഇനി ഏതെങ്കിലും വഴിക്ക് വാൻഡ തിരിച്ചു വന്നാൽ തന്നെ ആ ഒരു രീതിയിലേ പോകാനുള്ള ഒരു ചാൻസ് ഉള്ളൂ. അല്ലാതെ ഡോക്ടർ ഡൂമിന്റെ കൂടെ ലാറ്റ്വേരിയൻ വിച്ചായിട്ട് തിരിച്ചു വരാനുള്ള ചാൻസ് ഇല്ല. അറ്റ്ലീസ്റ്റ് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. നിങ്ങളുടെ തോട്ട്സ് എന്താണെന്നുള്ളത് കമന്റ് ബോക്സിൽ പറയാം. എങ്കിലും ഒരുപക്ഷെ മൾട്ടിവേഴ്സിന്റെ ഡിസ്ട്രക്ഷൻ തടയാനായിട്ട് വാൻഡ തിരിച്ചു വരില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം കോമിക്സിൽ അവഞ്ചേഴ്സ് ദ ചിൽഡ്രൻസ് ക്രുസൈഡ് എന്ന് പറയുന്ന 2010-12 സ്റ്റോറി ലൈനിൽ ഡോക്ടർ ഡൂമിന്റെ ലവ് ഇൻട്രസ്റ്റ് ആണ് വാൻഡ. അതെന്തൊക്കെയായാലും ആ ഒരു വാൻഡയുടെ ടിപ്പിക്കൽ ആയിട്ടുള്ള ഒരു റെഡ് കളർ മാജിക്കിനെ കണക്ട് ചെയ്യുന്ന രീതിയിൽ ഒന്നും തന്നെ കോമിക്കോണിൽ കാണിച്ചിട്ടില്ല. സോ ഇനിയാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഡോക്ടർ സ്ട്രേഞ്ചിന്റെ കാര്യം പറയാനുള്ളത്. ഈ ഒരു 3 വിച്ചസ് എന്ന് ഡിഫറന്റ് ആയിട്ട് ഒരു മാൻ ലൈക്ക് ആർമർ ലുക്കിൽ ഒരു സ്പെസിഫിക്കലി തേർഡ് ആയിട്ടുള്ള ഒരു ഹോളും കൂടി കൊടുത്തിട്ടാണ് ഈ ഒരു ക്യാരക്ടറിനെ മാർവൽ കാണിച്ചിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ പോസിബിലിറ്റി ഇതുകൊണ്ടൊക്കെ തന്നെ ഡോക്ടർ സ്ട്രേഞ്ചിനാണ്. കാരണം പലതുണ്ട്. അതിലൊന്ന് ഈ ഒരു തേർഡ് ഐ സ്പോട്ട് തന്നെയാണ്. ഡോക്ടർ സ്ട്രേഞ്ച് ഓൾറെഡി തേർഡ് ഐ ഓപ്പൺ ആക്കിയതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. രണ്ടാമത്, സാധാരണ സൂപ്പർ ഹീറോസിനേക്കാളൊക്കെ മൾട്ടിവേഴ്സൽ നോളജ് കൂടുതലായതുകൊണ്ടും പല പോസിബിലിറ്റീസ് കണ്ടിട്ടുള്ള ഒരാളായതുകൊണ്ടൊക്കെ തന്നെ സിമ്പതി കുറച്ച് കുറവുള്ള ഒരു നേച്ചറാണ് ഈയിടെയായിട്ട് സ്ട്രേഞ്ച് കാണിക്കുന്നത്. അതിപ്പോ എങ്ങനെ ആയാലും എന്ത് വില കൊടുത്തിട്ടായാലും ഇൻവേർഷൻസ് തടയണം, ഒരു സൊല്യൂഷനിലെത്തണം. ഈ ഒരു രീതിയിലായിരിക്കും സ്ട്രേഞ്ച് ചിന്തിക്കുക, സിമിലർ ടു ഡോക്ടർ ഡൂം. ഇനി മൂന്നാമതായിട്ട് കോമിക്സിൽ തന്നെ ഈ ഒരു സീക്രട്ട് വാർസിന്റെ ഒക്കെ സ്റ്റോറി ലൈനിൽ ഡോക്ടർ ഡൂം ബാറ്റിൽ വേൾഡ് ക്രിയേറ്റ് ചെയ്ത് ഗോഡ് എംപറർ ഡൂമായിട്ട് മാറുമ്പോൾ ഡൂമിന്റെ വലങ്കൈ ആയിട്ട് നിൽക്കുന്നത് ഇതേ ഡോക്ടർ സ്ട്രേഞ്ച് തന്നെയാണ്. ഒന്നുകൂടി ആക്യുറേറ്റ് ആയിട്ട് പറഞ്ഞാൽ ഷെരീഫ് ഓഫ് ദ അഗമോട്ടോ അഥവാ ഷെരീഫ് സ്ട്രേഞ്ച് എന്നുള്ള പേരിൽ. ഇത് ആക്ച്വലി സ്ട്രേഞ്ച് ഡൂമിന്റെ സൈഡ് പിടിക്കുന്നതല്ല, മൾട്ടിവേഴ്സ് നശിക്കുകയാണ്, റിയാലിറ്റീസ് കൊളാപ്സ് ആവുകയാണ്, അതും ഇൻഫിനിറ്റ് എമൗണ്ടിൽ. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ഡോക്ടർ ഡൂമിനെ കൊണ്ട് മാത്രമാണെന്ന് സ്ട്രേഞ്ച് മനസ്സിലാക്കുന്നതുകൊണ്ടാണ്. ഓക്കെ, ഇനി ചാൻസ് ഇല്ലെങ്കിലും ഈ ഒരു ക്യാരക്ടർ ആവാൻ പോസിബിലിറ്റി ഉള്ള മറ്റൊരു ക്യാരക്ടറാണ് ബോറിസ്. ഒരു ലാറ്റ്വേരിയൻ റൊമാനിയൻ മാൻ ആയിട്ടുള്ള ബോറിസ് ഡോക്ടർ ഡൂമിന്റെ അച്ഛനായിട്ടുള്ള വേണർ വോൺ ഡൂമിന്റെ പരിചയത്തിലുള്ള ഒരാളായിരുന്നു. നമ്മുടെ ഡൂം ചെറുതായിട്ട് ഇരിക്കുമ്പോൾ അച്ഛനും അമ്മയും മരിച്ചതിന്റെ ശേഷം ബോറിസ് ആണ് ഡൂമിനെ എടുത്ത് വളർത്തുന്നത്. ഇയാൾ ആക്ച്വലി ഡൂമിനെ മാജിക്കിൽ നിന്നൊക്കെ മാറ്റി നിർത്തിയിട്ട് അവന്റെ അമ്മ പോയ വഴിയെ പോവാതിരിക്കാനും പകരം ടെക്നോളജിയിലേക്കും സയൻസിലേക്കും ഒക്കെ ഫോക്കസ് ചെയ്തിട്ട് അവന്റെ അച്ഛനെ പോലെ ആവാനൊക്കെയാണ് എൻകറേജ് ചെയ്യുന്നത്.
പിന്നീട് ഡൂം വലുതായിട്ട് ലാറ്റ്വേരിയ കീഴടക്കുന്ന ഒരു കഥയൊക്കെ ഉണ്ട്. ആ സമയത്ത് ഡൂമിന്റെ വിശ്വസ്തനായിട്ട് മാറുന്നത് ഇതേ ബോറിസ് ആണെന്ന് കാണാം. പക്ഷെ ഈ ഒരു ക്യാരക്ടറിന് തേർഡ് ഐ അങ്ങനെ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ പലരും ഇയാളാവാനുള്ള സാധ്യത ഇല്ല എന്നാണ് കരുതുന്നത്. അപ്പൊ എന്തൊക്കെയായാലും ഗൈസ്, ഇത്രയൊക്കെയാണ് ലാറ്റ്വേരിയൻ വിച്ചസിനെ കുറിച്ചിട്ട് സംസാരിക്കാനുള്ളത്. ഡൂമിന്റെ സൈഡിൽ പല പവർഫുൾ ആയുള്ള ഹീറോസും കളം മാറി വരാനുള്ള ഒരു ചാൻസ് നമ്മൾ കാണുന്നുണ്ട്. അന്നേരം ഭൂമിയിലുള്ള ന്യൂ അവഞ്ചേഴ്സിന്റെ സൈഡിലുള്ള ആളുകളുടെ അവസ്ഥ നോക്കിയാൽ തോർ ഒരുപാട് കഷ്ടപ്പെടുന്നതാണ് തോന്നുന്നത്. എല്ലാം നമുക്ക് കണ്ടറിയാം. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ തോട്ട്സ് എന്തൊക്കെയായാലും അതൊക്കെ കമന്റ് ബോക്സിൽ പറയണം. പിന്നെ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിലും കൂടി സൂചിപ്പിക്കുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ദിസ് ഈസ് സൈനിങ് ഓഫ് ആൻഡ് ബൈ ബൈ ഫ്രം ബിയോണ്ട്.